സർക്കാർ ഉത്തരവ് വഴി ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറി ജയതിലകിന്റെ പ്രത്യേക താൽപര്യത്തിൽ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൽ പിണറായി വിജയന്റെ നാട്ടുകാരനും അടുപ്പക്കാരനും കൗൺസിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റുമായിരുന്ന കെ.പി. സുധീർ എന്ന വ്യക്തിയുടെ ശിഷ്യന്മാർ മാത്രം ജോലി ചെയ്യുന്ന ബിനാമി സ്ഥാപനത്തിന് 9.87 കോടി രൂപ നൽകി ഉത്തരവ്. രഹസ്യമായി സൂക്ഷിച്ചിരുന്ന സർക്കാർ ഉത്തരവിന്റെ കോപ്പിയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കെ.പി. സുധീറിനെതിരെ സ്വന്തം ബന്ധുക്കളെ KFRIയിൽ നിയമിച്ചതും സ്വന്തം ഗവേഷണ വിദ്യാർത്ഥികളെ മാത്രം വിവിധ സ്ഥാപനങ്ങളിൽ നിയമിച്ചതും സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നിലവിലുണ്ട്. കെ.പി. സുധീർ ചെന്നൈയിൽ ജോലി നോക്കുന്ന അവസരത്തിലാണ് കേരളത്തിലെ പ്രളയത്തിൽ ഡാമുകൾക്ക് ഒരു പങ്കും ഇല്ല എന്ന ഗവേഷണ പ്രബന്ധം പ്രസിദ്ധീകരിച്ചത്. ഈ പ്രബന്ധം ആധാരമാക്കിയാണ് ഡാമല്ല പ്രളയകാരണം എന്ന് സർക്കാർ പറഞ്ഞത്. പിന്നീട് മാത്യു ടി തോമസ്, കൃഷ്ണൻകുട്ടി സംഘർഷത്തിൽ ഡാമാണ് പ്രളയകാരണം എന്നത് വെളിവായി. കാര്യമായ യാതൊരു മുൻ പ്രവൃത്തി പരിചയവും ഇല്ലാത്ത, വർഷങ്ങളായി ഒരു ഗുണവും കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാന പ്രവർത്തനങ്ങൾക്ക് നൽകാത്ത കോട്ടയത്തെ ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസ് എന്ന സ്വകാര്യ സ്ഥാപനത്തിനാണ് ഈ വഴിവിട്ട സഹായം. ജയതിലകും ശാസ്ത്ര സാങ്കേതിക വകുപ്പിൽ മുൻ അഡീഷണൽ സെക്രട്ടറിയായിരുന്ന ജയതിലകിന്റെ കൂട്ടുകാരിയും ചേർന്നാണ് ഈ കടുംകൈ ചെയ്തിരിക്കുന്നത്. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിയുടെ പ്രത്യേക താൽപര്യമാണ് ഈ പദ്ധതി എന്ന് പറഞ്ഞാണ് ജയതിലക് സ്വയം ഈ പദ്ധതിക്ക് അനുമതി നൽകിയത്. കമ്മിറ്റിയിൽ പലരും ഇത്ര വലിയ തുക ഒരു സ്വകാര്യ സ്ഥാപനത്തിന് നൽകുന്നതിനെ എതിർത്തിരുന്നു. ഈ പദ്ധതി രേഖ പ്രസ്തുത യോഗത്തിൽ പങ്കെടുത്ത ആരും കണ്ടിട്ടില്ല. കൂടാതെ ഗവേഷണ പദ്ധതികൾ അംഗീകരിക്കുന്നതിന് മുൻപ് നടത്തുന്ന സ്വതന്ത്ര സാങ്കേതിക അവലോകനം ഒന്നും നടത്താതെയാണ് പണം നൽകിയത്. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും ഇത്തരത്തിൽ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് പണം അനുവദിക്കുവാൻ വ്യവസ്ഥയില്ല. 2019 ദേശീയ ദുരന്ത നിവാരണ പദ്ധതി അനുസരിച്ച് ഇത്തരം ഗവേഷണങ്ങളുടെ ചുമതല ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, CWC, നാഷണൽ സിസ്മിക് സെന്റർ, IMD എന്നിവയിൽ നിക്ഷിപ്തമാണ്. സംസ്ഥാനത്തിന് അവർക്ക് ആവശ്യമായ സഹായം നൽകുവാൻ മാത്രമാണ് സംസ്ഥാനത്തിന്റെ ചുമതലയും പണവും. ഈ തുകയിൽ 5 കോടി രൂപ കമ്പ്യൂട്ടർ വാങ്ങുവാൻ മാത്രമാണ്. ഗവേഷണങ്ങൾക്ക് സൗജന്യമായി ഹൈ എൻഡ് കമ്പ്യൂട്ടറിംഗ് സൗകര്യം കേന്ദ്ര മന്ത്രാലയങ്ങൾ ലഭ്യമാക്കുന്നുണ്ട് എന്നിരിക്കെയാണ് ജനങ്ങൾക്ക് ദുരിതാശ്വാസം നൽകേണ്ട തുക വകമാറ്റിയത്. 5 കോടി രൂപയുടെ കമ്പ്യൂട്ടർ എന്നത് അഴിമതിക്കുള്ള കളമൊരുക്കലാണെന്ന് ആക്ഷേപമുണ്ട്. പദ്ധതി രേഖ പുറം ലോകം കാണാതെ എങ്ങനെ ഈ തുകയിൽ വന്നെത്തിയെന്നും ബാക്കിയുള്ള തുക ശമ്പളത്തിനായി വിനിയോഗിക്കുവാനാണ് എന്നും സംശയിക്കുന്നുണ്ട്. ദുരന്ത പ്രതികരണ നിധി ജനങ്ങൾക്ക് ദുരിതാശ്വാസം നൽകുവാനും അടിയന്തര ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങൾക്കും വേണ്ടി മാത്രമാണ് എന്നിരിക്കെയാണ് ഈ ഉത്തരവ്. ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്ത് തുക അനുവദിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക വകുപ്പിൽ നിന്നാണ്. പ്രസ്തുത വകുപ്പിന് അനുവദിച്ച തുകയിൽ നിന്നും പണം ലഭിക്കില്ല എന്നുറപ്പായപ്പോൾ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും ക്രമവിരുദ്ധമായി പണം തരപ്പെടുത്തുകയായിരുന്നു. ഇത്തരത്തിൽ വഴിമാറി ചെലവഴിച്ചാണ് വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വാടകയും ജീവനോപാധി സഹായവും മുടങ്ങിപ്പോയത്. ജില്ലകൾക്ക് വേനൽ പ്രതിരോധത്തിനായി വെറും 1 കോടി രൂപ വീതം സഹായമാണ് നൽകിയത് എന്നിരിക്കെ ഒരു ചെറിയ വെറും 3 ജീവനക്കാർ മാത്രമുള്ള സ്ഥാപനത്തിന് 9.87 കോടി രൂപ അനുവദിച്ചു. 2023 മുതൽ വീടുകളുടെ നാശനഷ്ടത്തിന്റെ തുക അനുവദിക്കാതെ പിടിച്ചുവച്ചിരിക്കുകയാണ് ജയതിലക്. ജില്ലകളിൽ വലിയ പ്രതിഷേധം ഇതിൽ ഉണ്ടാകുന്നുണ്ട്. കോവിഡ് കാലത്തെ ഒട്ടനവധി ചെലവുകൾക്കുള്ള തുക ഇപ്പോഴും പഞ്ചായത്തുകൾക്ക് നൽകുവാനുണ്ട്. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് നൽകുവാൻ പണം ഇല്ല എന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് 120 കോടി രൂപ പ്രത്യേക അനുമതിയായി വാങ്ങിയെടുത്ത സർക്കാർ ഇത്തരം ആർക്കും പ്രയോജനം നൽകാത്ത ഗവേഷണങ്ങൾക്ക് തുക ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും വകമാറ്റുന്നത് ചോദ്യം ചെയ്ത് ഗവർണർ, AG, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എന്നിവർക്ക് ബന്ധപ്പെട്ടവർ പരാതി നൽകിയിട്ടുണ്ട്. നേരിട്ട് മനുഷ്യർക്ക് ലഭിക്കേണ്ട ഒരു ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഏതോ കാലത്ത് തീർക്കും എന്ന് വിശ്വസിക്കുന്ന ഗവേഷണത്തിനായി, അതും അത്തരം ഗവേഷണ ഫലത്തിന് നിയമപരമായി യാതൊരു സാധുതയും ഉപയോഗവും ഇല്ലാത്തപ്പോൾ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും സ്വകാര്യ സ്ഥാപനത്തിന് കമ്പ്യൂട്ടർ വാങ്ങാൻ നേരിട്ട് തുക അനുവദിച്ചതിൽ വ്യക്തമായ ക്രമവിരുദ്ധതയും സ്വജനപക്ഷപാതവും ഉണ്ട് എന്ന ആക്ഷേപമുണ്ട്. പിണറായി പരാജയപ്പെട്ടിട്ടും സർക്കാർ സംവിധാനങ്ങൾ ജയതിലക് പിണറായിക്ക് വേണ്ടി നിയന്ത്രിക്കുന്ന കാഴ്ചയാണ്.